ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ചിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ആണ്. ഞാൻ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ടും ഇൻസ്റ്റഗ്രാമിൽ റീലായിട്ടൊക്കെ പോസ്റ്റ് ചെയ്ത ടൈമിൽ ഒരുപാട് പേര് വന്നിട്ട് ഈ കോഴ്സിനെ പറ്റി എന്തെങ്കിലും ഒന്ന് പറയാവോ, ഇതിന് സാലറി എത്ര, സ്കോപ്പ് ഉണ്ടോ, എന്താണ് പഠിക്കേണ്ടത്, +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ പറ്റുമോ, അതോ ഡിഗ്രി വേണം നിർബന്ധം ഉണ്ടോ, സാലറി ഒക്കെ എത്ര സ്റ്റാർട്ടിങ് വരുന്നത്, ഏത് സർട്ടിഫിക്കറ്റാണ് നല്ലത്, ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് എനിക്ക് വരുന്നുണ്ട്. സോ എല്ലാത്തിനും കൂടെ എനിക്ക് റിപ്ലൈ കൊടുക്കാനൊന്നും കഴിയില്ല. സോ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. സോ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ ഈ ഫീൽഡിൽ അങ്ങനെ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, എന്നാൽ കൂടി എനിക്ക് വന്നിട്ടുള്ള ഒരുപാട് കമൻസിന് എനിക്ക് എല്ലാത്തിനും കൂടെ റിപ്ലൈ കൊടുക്കാൻ കഴിയില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നൊരു വീഡിയോ വിടാമെന്ന് വിചാരിച്ചത്. അപ്പം എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ, നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അത്രയേ ഉള്ളൂ. ഫസ്റ്റ്, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറയാം. നമ്മൾ ഈ ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടാവും. അപ്പം എനിക്ക് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര താല്പര്യമായിരുന്നു. പക്ഷെ എന്നാൽ ഡോക്ടർ ആവാനോ നേഴ്സാവാനോ എന്നെക്കൊണ്ട് വയ്യ, അത്രക്കുള്ള പഠിപ്പൊന്നും എന്നെക്കൊണ്ട് താങ്ങില്ല എന്ന് ഞാൻ മനസ്സിലാക്കി. സോ പിന്നെ നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല ജോബ് എന്ന് പറയുന്നത് ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സാണ്. അങ്ങനെ ഇത് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കോഴ്സ് എടുക്കാമെന്നുള്ളത്. ഇത് ഞാൻ ചേർന്ന ടൈമിൽ എനിക്കും നിങ്ങളെപ്പോലെ ഒരുപാട് സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇത് ആരോട് ചോദിക്കണം എങ്ങനെയെന്നൊന്നും അറിയില്ലായിരുന്നു. ഇപ്പം എനിക്ക് കുറച്ച് ധാരണയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്താണെന്ന് പറയാം. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ഫീൽഡല്ല, നോൺ മെഡിക്കൽ ഫീൽഡാണ്. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറും നഴ്സുമാരും മാത്രം ഉണ്ടായാൽ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകില്ല. ഇപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പം കുറച്ച് ഡോക്ടർമാർ, കുറച്ച് നഴ്സുമാർ, ഫ്രണ്ട് ഓഫീസിൽ കുറച്ച് ആൾക്കാർ, ഇങ്ങനെ മാത്രമേ നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുള്ളൂ. ബട്ട് ഹോസ്പിറ്റലിൻ്റെ ബാക്കിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതായത് മാനേജ്മെൻറ്റ് ഫീൽഡ്, ആ ഒരു പൊസിഷൻക്കാണ് നമുക്ക് ജോലി കിട്ടുക. ഏതൊക്കെ പൊസിഷൻക്കാണ് ജോബ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഓഫീസ്, ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, ഡ്രഗ്സ്, പിന്നെ അങ്ങനെ ഒട്ടനവധി ഒരുപാട് ഫീൽഡ് ഉണ്ട് ഹോസ്പിറ്റൽ. നമ്മൾ വലിയ ഹോസ്പിറ്റലിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, വാക്കൻസി അല്ലെങ്കിൽ ചാൻസ് കൂടുതലാണ്, കുറേ ഫീൽഡ് വരും. ചെറിയ ചെറിയ ക്ലിനിക്ക് പോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി, അതായത് വാക്കൻസി കുറവായിരിക്കും, ഫീൽഡ് കുറവായിരിക്കും. അപ്പോൾ അതാണ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ്റെ ഏതൊക്കെ പൊസിഷനിൽ ജോലി കിട്ടുക എന്നുള്ളത്. ഇനി നമുക്ക് സാലറി നോക്കാം. സാലറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇതിന് സ്റ്റാർട്ടിങ് എത്ര, 5, 10, 15 ആ ഒരു ലെവലിലേ കിട്ടുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹോസ്പിറ്റൽസ് വലുതാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് നമുക്ക് സാലറി കൂടും. ഓക്കെ, അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല സാലറി ഉണ്ട്. ഇപ്പം അബ്രോഡൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് എത്ര സ്റ്റാർട്ടിങ് തന്നെ 2 lakh 3 lakh ഒക്കെ വരുന്നുണ്ട്. ഇവിടുത്തെ അത്രയൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമ്മൾ എക്സ്പീരിയൻസിനനുസരിച്ചിട്ടേ പിന്നെ നമുക്ക് സാലറി കൂടുള്ളൂ. പിന്നെ വേറെ ക്വസ്റ്റ്യനാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിക്കണം എന്ന്. അപ്പം ഞാൻ ഇന്ന ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഞാൻ റെക്കമെൻഡ് ചെയ്യൂല. ബിക്കോസ് ഓരോ സെൻറ്ററിലും ഓരോ സിലബസാണ് പഠിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സിലബസിന് മാറ്റം വരുമ്പോൾ ഫീസ് സ്ട്രക്ചറിലും മാറ്റം വരും. ഇപ്പം ഞാനിത് പഠിച്ചത് 2.5 ലക്ഷത്തിനാണ്. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ 20,000 പഠിച്ചവരുണ്ട്, 50,000 പഠിച്ചവരുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 2.5 ലക്ഷത്തിനാണ് പഠിച്ചത്. സർട്ടിഫിക്കറ്റിൻ്റെ മാറ്റം അങ്ങനെ വരും. പിന്നെ നമ്മൾ കുറേ അന്വേഷിക്കണം, നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതാ, പോകുമ്പോൾ നല്ല ഏതാ ചീത്തത് ഏതാന്നൊക്കെ അന്വേഷിക്കണം. ചിലർ പൈസക്ക് മാത്രം മുൻഗണന കൊടുത്ത് പ്രവർത്തിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻകാരും ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറയുന്നത് അവിടെ പഠിച്ചോരെ റിവ്യൂ കാര്യങ്ങളൊക്കെ നോക്കണം. അതേപോലെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടോ, ഏതാ സർട്ടിഫിക്കറ്റ്, എന്തൊക്കെ സിലബസ് ഉണ്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അടുത്ത ചോദ്യമാണ് ഡിഗ്രി കഴിഞ്ഞിട്ട് എടുക്കുന്നതാണോ നല്ലത്, അതോ +2 കഴിഞ്ഞിട്ട് എടുക്കുന്നതാണോ നല്ലത് എന്നുള്ളത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ 1 year കോഴ്സാണോ, അതോ 6 month കോഴ്സാണോ, അതോ 3 month കോഴ്സാണോ നല്ലത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു 3 month കോഴ്സൊക്കെ ഉണ്ട്. 3 month കോഴ്സ് എടുത്തിട്ട് ജോലി കിട്ടിയവരൊക്കെ ഉണ്ട്. പക്ഷേ 3 month കൊണ്ട് നമ്മളൊന്നും പഠിച്ചിട്ട് ഒന്നും ഫുള്ളായിട്ട് പഠിക്കൂല, കഴിയൂല പഠിക്കാൻ. അപ്പോൾ മാക്സിമം ഒന്നുമില്ലെങ്കിൽ 6 month എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ 1 year എടുക്കുക. അതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, പിന്നെ +2 കഴിഞ്ഞിട്ടാണോ ഡിഗ്രി കഴിഞ്ഞിട്ടാണോ എടുക്കുന്നത് നല്ലതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഡിഗ്രി കഴിഞ്ഞിട്ടാണ് നല്ലത്. +2 കഴിഞ്ഞിട്ടും ഈ പറഞ്ഞ മാതിരിക്ക് ജോലി കിട്ടുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ നമ്മളിപ്പം പഠിച്ച് വേഗം ഒരു ജോലി വേണം എന്നുള്ളൊരു ഇതിൽ വേഗം പഠിച്ചിറങ്ങി ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ അവിടെ ഡിഗ്രി കഴിഞ്ഞ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ജോലി കിട്ടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഇപ്പം ഒരുപാട് ഹോസ്പിറ്റൽസ് ഡിഗ്രി ഉണ്ടോ എന്ന് പ്രത്യേകം ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്ന് പറയുന്നത്
ഡിഗ്രി കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ്. പിന്നെ ഇതിന് എനി ഡിഗ്രി പറ്റും, അങ്ങനെ ഇന്ന ഡിഗ്രി തന്നെ എടുക്കണം അങ്ങനെയൊന്നുമില്ല, ഏത് ഡിഗ്രിയും പറ്റും. ഇപ്പം എൻ്റെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ BA ഇംഗ്ലീഷ് ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ PG ഡിപ്ലോമ 1 ഇയർ കോഴ്സ് ഞാൻ പഠിച്ചിട്ടുള്ളത്. പിന്നെ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനൊന്നും ഞാൻ പറയൂല, ബിക്കോസ് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണ് പഠിച്ചത്, അവർ പ്ലേസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യൂല, ബിക്കോസ് ഓരോരുത്തർ സ്വയം തിരഞ്ഞെടുക്കുന്നതാണ് ബെറ്റർ. ഞാൻ പറഞ്ഞല്ലോ, ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓരോ സിലബസ് ആണ്, ഫീസ് സ്ട്രക്ചറാണ്. അപ്പം ഇതൊക്കെ നമ്മൾ തന്നെ സ്വയം ഇറങ്ങി അന്വേഷിക്കുന്നതാവും ഒന്നും കൂടെ ബെറ്റർ. അപ്പോൾ ഈ ഫീസും കാര്യങ്ങളും അതുപോലെ സിലബസും കാര്യങ്ങളൊക്കെ നല്ലോണം നോക്കിയിട്ട് വേണം ചേരാൻ. പിന്നെ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻകാർ എന്താ പറയുക, ഒരുപാട് ഫീസ് ഇറക്കുന്നുണ്ട്. ഇപ്പം 1 ഇയർ കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നല്ലപോലെ ഫീസ് പല വിധമാണ്. 1 വർഷം 2 വർഷം മുന്നേ ഇത് ഭയങ്കര ട്രെൻഡിങ് കോഴ്സിന്. ആ സമയത്ത് ഒരുപാട് ആൾക്കാർ ഇത് എടുത്തിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നവരുണ്ട്, ഇല്ലയൊന്നും പറയാൻ പറ്റില്ല, സ്കോപ്പ് ഉണ്ട്. അത് നമ്മൾ പഠിച്ചിറങ്ങിയ സർട്ടിഫിക്കറ്റിനനുസരിച്ചും അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലിനനുസരിച്ചിട്ടൊക്കെയാണ് നമുക്ക് ജോബ് കിട്ടുക. പിന്നെ ഒന്നും കൂടെ ബെറ്റർ നമ്മളിത് പഠിച്ചു കഴിഞ്ഞിട്ട് പുറത്തോട്ട് പോകുന്നതാണ്. ഇപ്പം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിനെ കുറിച്ചിട്ട് കുറേ ആൾക്കാർ ഡൗട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതിൽ ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ അതിന് റിപ്ലൈ ആയിട്ട് തരാം. പിന്നെ ഞാൻ ഇതിൽ വലിയ എക്സ്പേർട്ടൊന്നുമല്ല, ഞാൻ ഇപ്പോൾ ഇൻറ്റേൺഷിപ്പിന് കയറിയിട്ടുള്ളൂ. എനിക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ അറിയാത്തവർ ചോദിക്കുമ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണമല്ലോ, ആ ഒരു ഇതിൽ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത വീഡിയോ ആണ്. സോ എല്ലാ കാര്യങ്ങളും നോക്കിയും ഒക്കെ ചെയ്യുക. ഇൻസ്റ്റിറ്റ്യൂഷനും എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഇൻസ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ലപോലെ സെലക്ട് ചെയ്യുക. അതുപോലെ ഫീസിൻ്റെ കാര്യമൊക്കെ നോക്കിയിട്ട് ചെയ്യുക. സിലബസ് ഏതാണെന്നൊക്കെ നല്ലപോലെ അറിഞ്ഞിരിക്കണം. ചേരുന്നതിന് മുന്നേ തന്നെ സിലബസ് എന്താണെന്നൊക്കെ അറിഞ്ഞിരിക്കണം. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, ബൈ.